Hello dear students. The next topic from second module is midpoint circle drawing algorithm. This algorithm can be used to generate the circle or to produce a circle on the screen. Okay. So before going to study the algorithm, we need to understand some basic properties of a circle. We can define a circle as a set of points that are all at a given distance r, that is radius from a center position xc, yc. So, circle means it consists of a set of points along a circular path and all of these points keeping a particular distance, that is the same distance radius from a center position xc, yc. And the center position may be either at the origin of the xy plane, that is x0, y0, 0, or at any point on the xy plane. Like this figure, here this is the center and it is marked as xc, yc. So this distance is xc and this distance is yc. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണിച്ചേക്കുന്ന ഫിഗറിൽ നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുള്ളതിൽ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ലൊക്കേഷനാണ്, അത് എക്സ് സി വൈ സി ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എക്സ് സി എന്നും ഈ ഡിസ്റ്റൻസിന് വൈ സി എന്നും പറയാം. അപ്പോൾ ഒന്നുകിൽ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലെ ഏത് പോയിൻറ്റ് വേണമെങ്കിലാകാം, അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനിലായിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരു സർക്കിൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കിൾ സെൻറ്റർ ഒറിജിനിലാക്കിയിട്ടായിരിക്കും ഫസ്റ്റ് സർക്കിളിനെ ഡ്രോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കൊടുക്കുന്ന സർക്കിൾ സെൻറ്റർ ഇതാണെങ്കിലും യൂസിങ് അൽഗോരിതം ഫസ്റ്റ് വി നീഡ് ടു ജനറേറ്റ് എ സർക്കിൾ വിച്ച് ഈസ് സെൻറ്റേർഡ് അറ്റ് origin 0, 0. Then it is moved to the specified position by adding xc, yc to all of the points. ഓക്കെ, ദെൻ ആ സ്പെസിഫൈഡ് പൊസിഷനിലോട്ട് അതിനെ മൂവ് ചെയ്യുന്നത് ഈ പറഞ്ഞ എക്സ് സി വൈ സി എല്ലാ പോയിൻറ്റ്സിലോട്ടും ആഡ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു എക്സ് സി വൈ സി എന്ന് പറയുന്നത് 5, 2 എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം വരച്ച സർക്കിളിൻ്റെ അൽഗോരിതം യൂസ് ചെയ്ത് സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ 0, 0 ആയിരിക്കും. ആ 0, 0യിൽ നിന്ന് സർക്കിൾ സെൻറ്റർ 5, 2ലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 0, 0ൻ്റെ കൂടെ 5ഉം 2ഉം ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് സി വൈ സി. സോ സർക്കിൾ സെൻറ്റർ ഏത് പോയിൻ്റ് ആയാലും ഫസ്റ്റ് നമ്മൾ സർക്കിൾ ജനറേറ്റ് ചെയ്യുമ്പോൾ സെൻറ്റർ 0, 0 ദാറ്റ് ഈസ് ഒറിജിനൽ വെച്ചിട്ടായിരിക്കും സർക്കിളിനെ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് മൂവ് ടു ദ സ്പെസിഫൈഡ് പൊസിഷൻ ബൈ ആഡിങ് എക്സ് സി ആൻഡ് വൈ സി ടു all points. Okay, then according to Pythagoras theorem, this distance relationship, that is distance relationship means നമ്മൾ സർക്കിൾ ഡിഫൈൻ ചെയ്ത സെറ്റ് ഓഫ് പോയിൻറ്റ്സ് that are all at a given distance r from a center position. Okay, this distance relationship is expressed by the Pythagoras theorem in Cartesian coordinates as x minus xc the whole square plus y minus yc the whole square equals r square. അതായത് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. അതിൽ എക്സ് വൈ എന്ന് പറയുന്നത് എ പോയിൻ്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിളാണ്. ആർ മീൻസ് റേഡിയസ്, അതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ കേസിൽ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനലായിരിക്കും, അതായത് 0, 0യിലായിരിക്കും. ഇനി സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എനി പൊസിഷൻ ആകുമ്പോൾ ഇൻ എക്സ് വൈ പ്ലെയിൻ ആകുമ്പോൾ ആ കേസിൽ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷനെ ഈ ഫോമാറ്റിലോട്ട് എഴുതാം. എക്സ് മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ആ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്, suppose this is the circle, okay, then this is the point. ആ പോയിൻറ്റിനെ നമ്മൾ എക്സ് സി വൈ സി എന്ന് നോട്ട് ചെയ്യുന്നു, എക്സ് സി വൈ സി. സോ up to this distance it is xc and up to this distance this is yc. This distance yc. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യണം. സർക്കിളിൻ്റെ ഈ ഒരു പൊസിഷനിലൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ,
ആ പോയിൻറ്റിനെ നമ്മൾ എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യുന്നു. അതായത് ഈ പോയിൻറ്റിനെ നമ്മൾ എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. ദെൻ നമ്മളൊരു പൈതഗോറസ് തിയറത്തിനെ ബേസ് ചെയ്ത് ഒരു ട്രയാങ്കിളിലൂടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സ്ക്വയർ ഈക്വൽ ടു ദിസ് ഡിസ്റ്റൻസ് പ്ലസ് ദിസ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഓക്കെ. അപ്പം ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. നമ്മളിവിടെ എടുത്തേക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ദെൻ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് സി ആണ്. നമുക്ക് വേണ്ടുന്ന ഈ ഒരു ബേസിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് സി ആണ്. എക്സ് മൈനസ് എക്സ് കെ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലൈക്ക് ദിസ് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ആണ്. ദെൻ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ സി ആണ്. സോ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ മൈനസ് വൈ സി ആണ്. വൈ മൈനസ് വൈ സി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് റേഡിയസ്. ഓക്കെ. So x minus xc the whole square plus y minus yc the whole square equals r square. ഓക്കെ. ഇനി നമുക്കിവിടെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത് പോലെ ഇവിടെയുള്ള പോയിൻറ്റ്സ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടതെങ്കിൽ, ഓക്കെ, ദിസ് ഈസ് ദ എക്സ് വൈ പ്ലൈൻ. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് സി വൈ സി ആണ്. സോ ദിസ് ഈസ് എക്സ് സി ആൻഡ് ദിസ് ഈസ് വൈ സി. ദെൻ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ പോയിൻ്റ് കൺസിഡർ ചെയ്യുക. ദെൻ ഈ പോയിൻ്റ് ലാസ്റ്റ് പോയിൻ്റ്, അതിനിടയ്ക്കുള്ള ഇൻ ബിറ്റ്വീൻ പോയിൻറ്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് സാമ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ പോയിൻ്റ് 1ഉം ഈ ഒരു പോയിൻ്റ് 6, 8 എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 2, 3, 4, 5, 6, 7, 8. ഓക്കെ. അപ്പോൾ ഈ ഓരോ പോയിൻറ്റിലെയും എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 1, ഈ പോയിൻറ്റിൽ 2, 3, 4, 5, 6, 7, ലാസ്റ്റ് ദിസ് 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യും, വൈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഈ പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ഈ പോയിൻറ്റിൽ അവസാനിക്കുന്നു എന്നാണ്. ഓക്കെ. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് സി ആണ്. ദെൻ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഇത്രയും പോർഷൻ എന്തായിരിക്കും? എക്സ് സി മൈനസ് ആറായിരിക്കും. അതായത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് സി മൈനസ് ആറായിരിക്കും. ദെൻ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് സി ആണ്. അതായത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് സി ആണ്, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആറാണ്. സോ ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സി പ്ലസ് ആറാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് സി മൈനസ് ആർ, ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് സി പ്ലസ് ആർ, അതിനിടയ്ക്കുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവും. ദെൻ അവിടെയുള്ള വൈ എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഈ ഇക്വേഷനിൽ നമുക്ക് 6 റേഡിയസ് അറിയാം, ദെൻ എക്സ് സി അറിയാം, വൈ സി അറിയാം. എക്സ് നമ്മൾ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ അൺനോൺ പോർട്ട് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ നമ്മൾ വൈ നമ്മൾ കണ്ടുപിടിക്കും യൂസിങ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു വൈ സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സി മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ
In the first method, അതായത് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ദ പൊസിഷൻ ഓഫ് ദ പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ സർക്കംഫറൻസ് ബൈ stepping along the x-axis in unit steps, that is from xc minus r to xc plus r, and calculating the corresponding y values using this equation. ബട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ എല്ലാ സ്റ്റെപ്പിലും നമുക്ക് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടു മച്ച് കമ്പ്യൂട്ടേഷൻ ഈസ് നീഡഡ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. അതുപോലെ നമുക്ക് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ആക്സിസിനെല്ലാങ്ങായിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പോയിൻറ്റ് ഒരു 1 യൂണിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും സ്പേസിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വൈ ആക്സിസിൽ സാമ്പിൾ ചെയ്തിട്ട് എക്സ് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് അവിടെയും ഇതുപോലെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന കാൽക്കുലേഷൻസ് എല്ലാം നീഡഡ് ആയിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് we have to eliminate the unequal spacing by calculating points along the circular boundary using polar coordinates r and theta. ആറും തീറ്റ യൂസ് ചെയ്യും. സോ ആ കേസിൽ എക്സ് ഈക്വൽ ടു എക്സ് സി പ്ലസ് ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു വൈ സി പ്ലസ് ആർ സൈൻ തീറ്റ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കമ്പ്യൂട്ടേഷൻസ് ഒരുപാട് വേണ്ടി വരും. സോ we are going to the third approach, that is here computation can be reduced by constant symmetry of the circle എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യും. അതായത് നമുക്കൊരു സർക്കിളിനെ നമുക്ക് 4 ക്വാഡ്രൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സെക്കൻഡ് സെക്ഷനിലെ പോയിൻറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. ബിക്കോസ് ദ ഫസ്റ്റ് 2 ക്വാഡ്രൻറ്റ്സ് ആർ സിമെട്രി വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പോയിൻറ്റ് കണ്ടുപിടിക്കുകയാണ്, ആ പോയിൻറ്റിന് 5, 2 എന്നാണ് പോയിൻ്റ് എങ്കിൽ കറസ്പോണ്ടിങ് നമുക്ക് ഇവിടെയും അതനുസരിച്ച് സിമെട്രിക്കായിട്ടൊരു പോയിൻറ്റ് കിട്ടും. ആ പോയിൻറ്റിൻ്റെ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. എക്സ് വാല്യൂവിന് മാത്രം എന്തായിരിക്കും, ഈ ഒരു പൊസിഷനിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോഴത്തേക്ക് എക്സ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടുത്തെ 5, 2 എന്ന് പറഞ്ഞ പോയിൻറ്റ് ഇപ്പം സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ അതേ ലൊക്കേഷനിൽ സിമെട്രിക് ലൊക്കേഷനിൽ വരുമ്പോൾ അത് -5, 2 എന്നാവും. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രം പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയാകും. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ് നമുക്ക് സിമെട്രി വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസിന് ബേസ് ചെയ്ത് കണ്ടുപിടിക്കാം. വൈ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് എക്സ് വാല്യൂ നെഗറ്റീവ് ആവും. ദെൻ അതേ മെത്തേഡ് തന്നെ നമുക്ക് ഫോർത്ത് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ് കണ്ടുപിടിക്കണം, തേർഡ് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം ബൈ സിമെട്രി എബൌട്ട് എലോങ് വൈ ആക്സിസ് ഇല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സ് ആക്സിസ് സിമെട്രിക് ആയിട്ട് ദെൻ ഫോർത്ത് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. എക്സ് വാല്യൂ സെയിം ആയിരിക്കും, വൈ വാല്യൂവിന് മാത്രമേ നമുക്ക് നെഗറ്റീവ് യൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ സെക്കൻഡ് ക്വാഡ്രൻറ്റ് കണ്ടുപിടിച്ചാലും തേർഡ് ക്വാഡ്രൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവിടെ നമുക്ക് എക്സ് വാല്യൂ നെഗറ്റീവ് തന്നെയായിരിക്കും, വൈ വാല്യൂ മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ ഇല്ലേ. വൈ വാല്യൂവും കൂടെ നെഗറ്റീവ് ആവുന്നുള്ളൂ, എക്സ് വാല്യൂ നെഗറ്റീവായിട്ട് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. സോ ക്വാഡ്രൻറ്റ് എന്നുള്ള കേസിൽ സിമെട്രി ക്വാഡ്രൻറ്റ് കൺസെപ്റ്റിൽ നമുക്ക് ഒരു ക്വാഡ്രൻറ്റിൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. സിമെട്രി കൺസെപ്റ്റ് വെച്ചിട്ട് ബാക്കി 3 ക്വാഡ്രൻറ്റ്സിലെയും പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നൊരു മെത്തേഡാണ് സിമെട്രി ഓഫ് ഓക്റ്റൻസ്. സിമെട്രി ഓഫ് ഓക്റ്റൻസ് മീൻസ് ഹിയർ ദിസ് ഈസ് എ സർക്കിൾ and it can be divided into 8 octants. This is the 8 octants. Okay, in this case we need to calculate only the points in the first octant. This is the first octant. First octant means here from this point to this part. Okay, so x equal to 0. X equal to 0 means y axis to x equal to y. ഈ ഒരു പോർഷൻ വരെയാണ് നമ്മുടെ ഫസ്റ്റ് ഒക്റ്റൻറ്റ്. ആ ഒരു ഒക്റ്റൻറ്റിലെ അത്രയും പോയിൻറ്റ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി റിമൈനിങ് 7 ഒക്റ്റൻസിലും ബൈ സിമെട്രി കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് പോയിൻറ്റ്സ് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ക്വാഡ്രൻറ്റും ഒക്റ്റൻറ്റും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രൻറ്റിൻ്റെ കേസിൽ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ നമ്പർ ഓഫ് പോയിൻറ്റ്സ് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി നമുക്ക് ഇവിടെ ഒക്റ്റൻറ്റിൻ്റെ കേസിൽ. പറഞ്ഞു തരാം. സോ ഇൻ ദ തേർഡ് മെത്തേഡ് the circle is divided into many quadrants, and the circle section in the second quadrant can be generated by noting that the 2 circle sections, that is first and second quadrants, are symmetric with respect to y axis, and the circle sections in the third and fourth quadrants can be obtained from
the sections in the first and second quadrants by considering symmetry about the x-axis. In the case of octants, the circle sections in adjacent octants within one quadrant are symmetric with respect to 45-degree line dividing the two octants. And these symmetry conditions are illustrated as this. അതായത് ഇത് ഒക്ടൻറ്റിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ഒക്ടൻറ്റിലെ ഒരു പോയിൻ്റാണ്. എക്സ് വൈ എന്നൊരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിൻ്റ് മതി ബാക്കി 7 ഒക്ടൻസിലും അതിൻ്റെ സിമെട്രിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സപ്പോസ് ദിസ് ഈസ് എ സർക്കിൾ, ദിസ് ഈസ് എ പോയിൻ്റ്. ഈ പോയിൻ്റ് നമുക്ക് 5 2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എക്സ് വൈ. ഓക്കെ, ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു എക്സ് 5 2, അതിൽ 5നെ എക്സ് എന്നും കൊടുത്തു, ദെൻ വൈക്ക് നമുക്ക് 2 എന്നും കൊടുത്തു. ദെൻ സെക്കൻഡ് ഒക്ടൻറ്റിലെ പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഒക്ടൻറ്റിലെ പോയിൻ്റ് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 2 5 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. 2 5. അപ്പോൾ 2 5 എന്ന് പറയുമ്പോഴത്തേക്കും ഈ എക്സ് വൈനെ നമ്മൾ എക്സിന് 5 എന്ന് പറഞ്ഞൊരു വാല്യൂവും ദെൻ വൈക്ക് 2 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ 2 5 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് വൈ എക്സ് എന്ന് മാർക്ക് ചെയ്യും. ദെൻ ഇവിടുത്തെ പോയിൻ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് ഇവിടുത്തെ പോയിൻ്റ് ആകുമ്പോഴോ അവിടെയും വൈ വാല്യൂ സെയിം ആയിരിക്കും, എക്സ് വാല്യൂ നെഗറ്റീവ് ആവുന്നേ ഉള്ളൂ. അതായത് അവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് -2 5 എന്നാവും. ദാറ്റ് ഈസ് -y x. ദെൻ ഇവിടെ അതുപോലെ നമുക്കൊരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 5 2 എന്നൊരു പോയിൻ്റ് ആണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് പോയിൻ്റ് ആ രീതിയിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ നോക്കാം. ഇവിടെ -2 5 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ആ പോയിൻ്റ് എന്ന് പറയുന്നത് -5 2 എന്നാവും. -5 2 എന്ന് പറയുമ്പോഴത്തേക്കും -x y എന്നായി. ദെൻ അടുത്ത ഒക്ടൻറ്റിൽ വരുമ്പോഴത്തേക്കും ആ പോയിൻറ്റിൻ്റെ കേസിൽ എക്സ് വാല്യൂ ചേഞ്ച് ഒന്നാവത്തില്ല, വൈ വാല്യൂ എന്ന് പറയുന്നത് താഴത്തെ ക്വാഡ്രൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നെഗറ്റീവ് ആവും. സോ -5 -2 എന്നാവും. ദാറ്റ് ഈസ് -x -y. ദെൻ നെക്സ്റ്റ് ഒക്ടൻറ്റ് വരുമ്പോഴത്തേക്കും ആ കേസിൽ എന്തായിരിക്കും? ആ കേസിൽ പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെ എക്സ് വാല്യൂവും വൈ വാല്യൂവും ജസ്റ്റ് ഒന്ന് മാറി -2 -5 എന്നാവും. -2 -5 എന്ന് പറയുമ്പോൾ -y -x. ദെൻ നെക്സ്റ്റ് ഈ ഒക്ടൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വൈ വാല്യൂ ചേഞ്ച് ഒന്നുമില്ല. ദെൻ എക്സ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് 2 -5 എന്ന് വരും. 2 -5 എന്ന് പറയുമ്പോഴത്തേക്കും y -x. ദെൻ ലാസ്റ്റ് ദിസ് ഒക്ടൻറ്റിലെ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഈ ഒക്ടൻറ്റിൽ എന്തായിരിക്കും പോയിൻ്റ് വരുന്നത്? ഈ ഒക്ടൻറ്റിലെ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് 5 -2 എന്ന് പറയും. 5 -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് -y എന്ന് വരും. അതായത് നമ്മളിവിടെ ആദ്യമേ എക്സിനും വൈക്കും 2 വാല്യൂസ് സെറ്റ് ചെയ്തു. ഇനി ആ വാല്യൂ മാറുന്നതനുസരിച്ച് എക്സും വൈയും അങ്ങോട്ടേ കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഒരു പോയിൻ്റ് ആയിരുന്നു ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ആ ഒരു പോയിൻ്റ് മാത്രം മതി സിമെട്രി കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഫുൾ ബാക്കി എല്ലാ 7 ഒക്ടൻസിലെയും പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നത് ഞാൻ വരച്ച് കാണിച്ചത് അത് നിങ്ങൾക്ക് ജസ്റ്റ് കാര്യം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ തനിയെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എക്സ് വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവാം, വൈ വാല്യൂ കണ്ടുപിടിക്കാം. സോ അവിടെ കാൽക്കുലേഷൻസ് ഒരുപാട് എടുക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോളാർ മെക്കാനിസം, പോളാർ കോർഡിനേറ്റ്സും തീറ്റയൊക്കെ യൂസ് ചെയ്യാം. ആ കേസിൽ നമുക്ക് കാൽക്കുലേഷൻസ് കമ്പ്യൂട്ടേഷൻസ് ഒരുപാടുണ്ടായിരിക്കും. ദെൻ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ക്വാഡ്രൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ് മാത്രം കണ്ടുപിടിച്ച് ബാക്കി 3 കോർഡിനേറ്റ്സിൻ്റെ സിമെട്രി കൺസെപ്റ്റ് യൂസ് ചെയ്ത് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം.
ദെൻ അതിനെക്കാട്ടി കുറച്ചും കൂടെ സിംപ്ലിഫൈ മെത്തേഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒക്ടൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഒക്ടൻറ്റിലെ പോയിൻറ്റ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒരു ഒക്ടൻറ്റിൽ ഒരു പോയിന്റ് കണ്ടുപിടിച്ചാൽ വിത്ത് റെസ്പെക്ട് ടു സിമെട്രി ഓഫ് ഒക്ടൻസ് ബാക്കി റിമൈനിങ് 7 ഒക്ടൻറ്റിലെയും പോയിൻറ്റ്സ് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സോ നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് മെത്തേഡ് ട്രീറ്റ്സ് requires a good deal of computation time. That is, it involves multiplication, scan, square root calculations, and in the second method also it contains multiplication and trigonometric calculations, and the number of points to be calculated in the fourth method is less as compared to the third method, so we choose the fourth method. Okay, then ഈ fourth method നമുക്കൊരു decision parameter use വേണ്ടി വരും, as in the case of Bresenham's algorithm, and in the case of decision parameters which involves only simple integer operations. That is, next we going to the midpoint algorithm. അപ്പോൾ ഇവിടെ നമുക്ക് അൽഗോരിതം എന്ന് പറയുന്നത് ഒരു 5 സ്റ്റെപ്പ് അൽഗോരിതമാണ് പഠിക്കാനുള്ളത്. ആ 6 സ്റ്റെപ്പ് അൽഗോരിതമാണ്. ആ 6 സ്റ്റെപ്പിലോട്ട് എങ്ങനെയാണ് റീച്ച് ചെയ്തതെന്നുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസാണ് അതിന് മുമ്പ് പഠിക്കാനുള്ളത്. Okay, so here the input is a given radius r and a screen center position xc yc. First need to calculate the pixel positions along a circular path centered at the origin. നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ ആദ്യമേ സെൻറ്റർ പൊസിഷൻ എക്സ് സി വൈ സി എനി വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ആ ഒറിജിനിൽ സർക്കിൾ വിച്ച് ഈസ് സെൻറ്റർഡ് അറ്റ് ഒറിജിനിലെ പിക്സൽ പൊസിഷൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Then each calculated position xy is moved to its proper specified position by adding xc to x and yc to y. Okay, for example നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സർക്കിൾ ജനറേറ്റ് ചെയ്യുന്ന സർക്കിൾ ഇങ്ങനെയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ അതിനെ സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും ആ സർക്കിൾ ജനറേറ്റ് ചെയ്യുന്നത്, ഒറിജിനിൽ വെച്ചിട്ടായിരിക്കും ആ സർക്കിൾ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ഓൾ ദ പോയിൻറ്റ്സ് along the circle path which is centered at origin, we move that circle to the specified position by adding xc to x and yc to y. Okay, so along the circle section from x equal to 0 to x equal to y, take unit steps in the positive x direction over octants and use a decision parameter to determine which of the two possible y positions is closer to the circle path at each step. And the positions in the other 7 octants can then be obtained by symmetry. That means ഇത് നമ്മുടെ ഒരു സർക്കിൾ ആണെങ്കിൽ ഇതൊരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഒക്ടൻറ്റിലെ പോയിൻറ്റ്സ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ബൈ സിമെട്രി ബാക്കി റിമൈനിങ് 7 ഒക്ടൻസിലെ പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒക്ടൻറ്റിലെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. വൈ വാല്യൂ എന്ന് പറയുന്നത് റേഡിയസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റേഡിയസ് ആണ്, വൈ ഡിസ്റ്റൻസ് 6 ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ ലൈൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ വരെയുള്ള പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ കറസ്പോണ്ടിങ് വൈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയും വൈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. നമ്മളിത് പിക്സലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മുടെ ഒക്ടൻറ്റ് വരുന്നത്. ആ ഫസ്റ്റ് ഒക്ടൻറ്റ് വരുന്ന കേസിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പോയിൻ്റ് വേണമെങ്കിലും വരാം, ഈ ഒരു പോയിൻ്റ് വേണമെങ്കിലും വരാം. അതിൽ നമ്മൾ ലൈൻ അൽഗോരിതത്തിൽ പറഞ്ഞതുപോലെ ഈ സർക്കിൾ പാത്തുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളത് ഏത് വൈ വാല്യൂ ആണോ, അതായത് ഇതിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ പോയിൻ്റ് എടുത്താലും ഈ പോയിൻ്റ് എടുത്താലും എനിവേ എക്സ് വാല്യൂ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പർ പോയിൻ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും. ലോവർ പോയിൻ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് താഴോട്ട് വരുന്നത് കൊണ്ടൊന്ന് കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിൽ ഏത് പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യണോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പോയിൻ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് പോയിൻ്റ് ഇത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 2 രീതിയിൽ വരാം. ഫസ്റ്റ് ഈ പോയിൻ്റ് വൈക്ക് അടുത്ത്, മുകളിലത്തെ പോയിൻ്റ് ഒരുപാട് ഡിസ്റ്റൻസ്. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് താഴെയുള്ള ലോവർ പിക്സൽ സർക്കിൾ പാത്തിന് മോർ ഫാർദർ ആയിരിക്കും. ദെൻ അപ്പർ പിക്സൽ ക്ലോസ് ആയിരിക്കും.
സോ ഈ കേസിൽ നമ്മൾ ഈ പിക്സൽ ചൂസ് ചെയ്യും, ഈ കേസിൽ നമ്മൾ ഈ പിക്സൽ ചൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഏത് പിക്സലാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് മിഡ് പോയിൻറ്റ് മെത്തേഡാണ്. മിഡ് പോയിൻറ്റ് മെത്തേഡ് മീൻസ് നമ്മൾ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു പൊസിഷനിൽ വന്നു. ഓക്കെ, സോ ദാറ്റ് മീൻസ് ലോവർ പിക്സലാണ് ക്ലോസ് എങ്കിൽ നമ്മുടെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എബോവ് ആയിരിക്കും. ദെൻ രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും, അതായത് നമ്മുടെ സർക്കിൾ പാത്തിൻ്റെ ഇൻസൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതായിരിക്കും, അപ്പർ പിക്സലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അപ്പർ പിക്സലും ഉണ്ട് ലോവർ പിക്സലും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. ദെൻ ആ മിഡ് പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആണെങ്കിൽ വി ആർ സെലക്ടിങ് ദ അപ്പർ പിക്സൽ, ആൻഡ് ഇഫ് ദി മിഡ് പോയിൻറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ബൗണ്ടറി വി ആർ സെലക്ടിങ് ദ അപ്പർ പിക്സൽ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വയ്ക്കാം. ദെൻ ഗോയിങ് ബാക്ക്, so here we are applying a midpoint method, and before that we need to define a circle function, f circle of xy equal to x square plus y square equal to r square. സർക്കിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ സർക്കിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, ഇഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് എക്സ് വൈ, if the point is on the boundary of the circle with the radius r which satisfy the equation f circle of xy equal to 0, അതായത് നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്തു എക്സ് വൈ, ദെൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ്റെ വാല്യൂ 0, എഫ് സർക്കിൾ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 മീൻസ് ദിസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ആ പോയിൻ്റ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ബൗണ്ടറിയിലായിരിക്കും, അതായത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ദെൻ ഇഫ് f circle of xy less than 0 means x of y is inside the circle boundary, അതായത് ഇതൊരു പോയിൻ്റ്, ഇവിടെയുള്ളൊരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പോയിൻ്റ് ഇതാണ് എക്സ് വൈ എന്നൊരു പോയിൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ നേരത്തെ കാണിച്ച സർക്കിൾ ഫംഗ്ഷനിലോട്ട് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് വൈ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി എഫ് സർക്കിൾ നമുക്ക് കിട്ടുന്ന ലെസ് ദാൻ 0, ദാറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഈ എക്സ് വൈ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇൻസൈഡാണ്. ഇനി നമ്മുടെ എഫ് സർക്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ എക്സ് വൈ എന്നൊരു പോയിൻ്റ് എടുക്കുന്നു, ആ പോയിൻറ്റിനെ എക്സ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ആയിരിക്കും. സോ 3 കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ട് അതിനെ എഫ് സർക്കിൾ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂസ് 3 ടൈപ്സ് ഉണ്ട്. ഈക്വൽ ടു 0 ആണെങ്കിൽ വിച്ച് മീൻസ് എക്സ് വൈ ഈസ് ഓൺ ദ ബൗണ്ടറി ഓഫ് ദ സർക്കിൾ, ദെൻ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലോവർ പിക്സൽ അല്ലെങ്കിൽ അപ്പർ പിക്സൽ. അപ്പോൾ അതിലേത് പിക്സൽ സെലക്ട് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നതിന് ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മിഡ് പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നറിയണം, അതായത് മിഡ് പോയിൻറ്റ് സർക്കിളിൻ്റെ ബൗണ്ടറിയിലാണോ ഇൻസൈഡാണോ ഔട്ട്സൈഡാണോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ മിഡ് പോയിൻറ്റിനെ എടുത്ത് നമ്മുടെ ഈ ഒരു സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മളിവിടെ സർക്കിൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ മിഡ് പോയിൻറ്റിനെ എടുത്ത് സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണോ ഈക്വൽ ടു 0 ആണോ ലെസ് ദാൻ 0 ആണോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ആ മിഡ് പോയിൻറ്റ് എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റും. ആ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപ്പർ പോയിൻ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ദെൻ ദ മിഡ് പോയിൻ്റ് എന്ന് പറയുന്ന ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ ലോവർ പോയിൻ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, so assume that the first pixel is xk yk. The next we have to determine the pixel is at position xk plus 1 yk, that is upper pixel, or the one at position xk plus 1 yk minus 1, that is the lower pixel. For this we use a decision parameter. Then ഈ decision parameterൻ്റെ value എന്ന് പറയുന്നത് it's equal to the midpoint circle function of the midpoint
ബിറ്റ്വീൻ ദീസ് ടു പെക്സൽസ്. നമ്മളിവിടെ മിഡ് പോയിൻറ്റിൻ്റെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി മിഡ് പോയിൻറ്റിനെ ഒരു സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു സർക്കിൾ ഫംഗ്ഷനെയാണ് ഇവിടെ നമ്മുടെ ഡിസിഷൻ പാരാമീറ്ററിനകത്തോട്ട് നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഇവിടുത്തെ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മിഡ് പോയിൻറ്റ് പിക്സൽസിന് ഇടയ്ക്കുള്ള മിഡ് പോയിൻറ്റിനെ ആ സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഹിയർ പി കെ ഈക്വൽ ടു എഫ് സർക്കിൾ ഓഫ് എക്സ് കെ പ്ലസ് 1 ഇൻറ്റു വൈ കെ മൈനസ് 1/2. അതായത് നമ്മുടെ രണ്ട് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 വൈ കെ അല്ലെങ്കിൽ എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1. ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെയും മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1ൻ്റെയും എക്സ് കെ പ്ലസ് 1ൻ്റെയും മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 തന്നെയാണ്. വൈ കെ ഓർ വൈ കെ മൈനസ് 1ൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് വൈ കെ അല്ലെങ്കിൽ വൈ കെ മൈനസ് 1. മനസ്സിലായോ പറയുന്നത്? ദാറ്റ് ഈസ് ഇവിടുത്തെ പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 പ്ലസ് എക്സ് കെ പ്ലസ് 1/2. ദാറ്റ് ഈസ് എക്സ് കെ പ്ലസ് 1 മിഡ് പോയിൻറ്റിൻ്റെ എക്സ് വാല്യൂ. ദെൻ വൈ കോർഡിനേറ്റ് മിക്സ് വാല്യൂ എന്ന് പറയുന്നത് വൈ കെ പ്ലസ് താഴത്തെ പോയിൻറ്റ് വൈ കെ മൈനസ് 1/2. ദാറ്റ് ഈസ് 2yk minus 1/2 which is equal to yk minus 1/2. സോ മിഡ് പോയിൻറ്റിൻ്റെ എക്സ് വൈ വാല്യൂ എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1ഉം വൈ കെ മൈനസ് 1/2 ആണ്. ആ മിഡ് പോയിൻറ്റിനെ എടുത്ത് നമ്മുടെ സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ കെ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ഈ ഒരു വാല്യൂവിനെ നമ്മൾ പി കെ ആയിട്ട് എടുക്കും. ഇനി നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ ഒന്നുകിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാം. ദാറ്റ് മീൻസ് പി കെയുടെ വാല്യൂ, ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ലെസ് ദാൻ 0 മീൻസ് പി കെയുടെ വാല്യൂ ലെസ് ദാൻ 0, ഈക്വൽ ടു 0 മീൻസ് പി കെയുടെ വാല്യൂ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ 0 മീൻസ് പി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആയിരിക്കും. സോ ഇഫ് പി കെ ഈസ് ലെസ് ദാൻ 0 ദാറ്റ് മീൻസ് ദ മിഡ് പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് വി നീഡ് ടു ചോയ്സ് ദ അപ്പർ പിക്സൽ. Otherwise, if pk is greater than 0, the mid position is outside or on the circle boundary and we need to choose the lower pixel. മനസ്സിലായോ? നമ്മൾ ആദ്യമേ നമുക്ക് എക്സ് കെ വൈ കെ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പർ പിക്സലോ അല്ലെങ്കിൽ ലോവർ പിക്സലോ, രണ്ട് ചോയ്സ് ഉണ്ട്. അതിലേത് ചോയ്സ് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ദെൻ ആ മിഡ് പോയിൻ്റ് ഇൻസൈഡ് ആണോ ഓൺ ദ സർക്കിൾ ബൗണ്ടറി ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് അറിയണം. മിഡ് പോയിൻ്റ് ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ ലോവർ പോയിൻ്റ് എടുക്കും, മിഡ് പോയിൻ്റ് ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ അപ്പർ പോയിൻ്റ് എടുക്കും. അപ്പോൾ നമ്മൾ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1/2 സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യുക, അതിൻ്റെ വാല്യൂ നോക്കുക. ആ വാല്യൂവിനെ നമ്മൾ പി കെയിലോട്ട് ഡിസിഷൻ പാരാമീറ്ററിനോട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഡിസിഷൻ പാരാമീറ്റർ വാല്യൂ ലെസ് ദാൻ 0 മീൻസ് ദ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആയിരിക്കും. അപ്പോൾ നമ്മൾ അപ്പർ പിക്സൽ സെലക്ട് ചെയ്യും. ദെൻ മിഡ് പോയിൻ്റ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ബൗണ്ടറി, അല്ലെങ്കിൽ അതായത് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ബൗണ്ടറി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആയിരിക്കും. ആ കേസിൽ നമ്മൾ ലോവർ പിക്സൽ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പി കെ ലെസ് ദാൻ 0 വി ആർ ചൂസിങ് ദ അപ്പർ പിക്സൽ. ഇഫ് പി കെ ഗ്രേറ്റർ ദാൻ 0 വി ആർ ചൂസിങ് ദ ലോവർ പിക്സൽ. ലോവർ പിക്സൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എക്സിൻ്റെ വാല്യൂ 1 കുറഞ്ഞു വരും. അപ്പർ പിക്സൽ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും ആസ് പ്രീവിയസ് വാല്യൂ. രണ്ട് കേസിലും ലോവർ പിക്സൽ എന്ന് പറയുമ്പോഴത്തേക്കും വൈയുടെ വാല്യൂ 1 കുറഞ്ഞു വരും. അപ്പർ പിക്സൽ എന്ന് പറയുമ്പോഴത്തേക്ക് വൈയുടെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. രണ്ട് കേസിലും എക്സിൻ്റെ വാല്യൂ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് പി കെ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് പി കെ പ്ലസ് 1. പി കെ പ്ലസ് 1 മീൻസ് എക്സ് കെയുടെ പൊസിഷനിൽ എക്സ് കെ പ്ലസ് 1 കൊടുക്കുക. ദാറ്റ് ഈസ് എഫ് സർക്കിൾ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 ദെൻ വൈ കെ പ്ലസ് 1 മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 സ്ക്വയർ പ്ലസ് വൈ കെ മൈനസ് 1 വൈ കെ പ്ലസ് 1 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. പി കെ പ്ലസ് 1ൻ്റെ ഇക്വേഷനും എഴുതി. ഇവിടെ നമ്മൾ പി കെയുടെ പൊസിഷനിൽ കെ പ്ലസ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ലാസ്റ്റ് പി കെ പ്ലസ് 1 ഈക്വൽസ് പി കെ പ്ലസ് 2 ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ കെ പ്ലസ് 1 മൈനസ് വൈ സ്ക്വയർ കെ മൈനസ് വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ പ്ലസ് 1. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്
അതിനിടയ്ക്ക് ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. ആ സ്റ്റെപ്സൊന്നും നമുക്ക് പഠിക്കേണ്ട, പക്ഷേ അത് നമ്മൾ ഒരുപാട് ക്യാൻസലേഷൻസും അതുപോലെ തന്നെ കോമ്പിനേഷൻസൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് എല്ലാം കൂടെ പറഞ്ഞു തരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അത് ചെയ്യുന്നത് നമുക്ക് പി കെ ഉണ്ട്. പി കെയുടെ ഇക്വേഷൻ്റെ അവിടെ കെയുടെ പൊസിഷനിൽ k+1 കൊടുത്ത് പി k+1 കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ബ്ലസൻഹാംസ് അൽഗോരിതത്തിൽ നമ്മൾ ചെയ്തതുപോലെ പി k+1 മൈനസ് പി കെ എടുക്കുക. അപ്പോൾ പി k+1ൻ്റെ വാല്യൂ എഴുതുക, പി കെയുടെ വാല്യൂ എഴുതുക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, ക്യാൻസൽ ചെയ്യേണ്ട ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യുക, കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം കോമൺ ആയിട്ടെടുത്ത് കമ്പൈൻ ചെയ്യുക. ലാസ്റ്റ് പി k+1 എന്ന് പറയുന്നത് ഈക്വൽസ് പി കെ റൈറ്റ് സൈഡിലോട്ട് പോയി പ്ലസ് റിമൈനിങ് ടേംസ് എഴുതാം. ഫൈനലി ക്യാൻസലേഷൻസും കോമൺ ടേംസിൻ്റെ കോമ്പിനേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇക്വേഷൻ പി k+1 ഈക്വൽ ടു ദിസ് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് അതാണ് നമ്മുടെ, അതായത് നമ്മൾ ആദ്യമേ ഒരു ഡിസ്റ്റൻസ് പാരാമീറ്റർ കണ്ടുപിടിക്കും, ദെൻ ഓരോ തവണയും ഡിസ്റ്റൻസ് പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷനെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പി കെ <0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പർ പിക്സലായിരിക്കും. പി കെ <0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ലോവർ പിക്സലായിരിക്കും. അപ്പർ പിക്സൽ എന്ന് പറയുമ്പോൾ അവിടെ വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും. വൈയുടെ വാല്യൂ സെയിം ആവുക മീൻസ് ഇത് രണ്ട് സെയിം ആയിരിക്കും, ഇത് രണ്ട് സെയിം ആയിരിക്കും. സോ ഇത്രയും പോർഷൻസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ ആ കേസിൽ നെക്സ്റ്റ് പി k+1 എന്ന് പറയുന്നത് പി k+2 xk+1 + 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് പി കെ <0 ആണെങ്കിൽ ലോവർ പിക്സലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞു വരും, yk-1 ആയിട്ട് വരും അടുത്ത വൈ വാല്യൂ എന്ന് പറയുന്നത്. സോ ആ കേസിൽ നമ്മൾ yk+1 വാല്യൂ yk-1 കൊടുത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പി k+1 ഈക്വൽസ് 2 × xk+1 + 1 - 2 × yk+1 ആയിരിക്കും. ഓക്കെ, സോ the increments for obtaining pk+1 are either if pk is negative, pk+1 equal to 2xk+1 + 1, and if pk is positive, pk+1 equals 2xk+1 + 1 - 2 × yk+1. ഇതിൽ 2xk+1 2yk+1 എന്ന് പറയുന്നത് 2xk+1 എന്ന് പറയുന്നത് 2xk+2 2yk+1 എന്ന് പറയുന്നത് 2yk - 2 ആയിരിക്കും. അതായത് 2xk+1 + 1 മീൻസ് xk+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിൻ്റ് xk, രണ്ടാമത്തെ പോയിൻ്റ് xk+1. അപ്പോൾ x എപ്പോഴും 1 വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 × xk, അതായത് ആദ്യത്തെ xk 5 ആണെങ്കിൽ രണ്ടാമത്തെ xk+1 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അതായത് ആദ്യത്തെ xkയുടെ കൂടെ 1 ആഡ് ചെയ്യുക. സോ ഈ ഒരു ഇതിനെ നമുക്ക് 2 × xk + 1 എന്നുള്ള രീതി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2xk + 2. അതുപോലെ yk-യുടെ വാല്യൂ 5 ആണെങ്കിൽ നെക്സ്റ്റ് yk+1 എന്ന് പറയുന്നത് താഴോട്ട് വരുമ്പോൾ ഒന്ന് കുറഞ്ഞാണ് വരുന്നത്, ദാറ്റ് ഈസ് 4, വിച്ച് ഈസ് ഈക്വൽ ടു പ്രീവിയസ് yk - 1 ആണ്. സോ 2yk+1 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ 2 × yk - 1 എന്ന് എഴുതുമ്പോൾ 2yk - 2 എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് പി കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് പോകും. 2xk+1 എന്ന് പറയുന്നത് 2yk+1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ y വാല്യൂവിൻ്റെ കൂടെ പ്രീവിയസ് 2ykയുടെ കൂടെ 2 മൈനസ് ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ മാത്രം, സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ ഒരു ഒക്ടനിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് 0 6 ആയിരിക്കും. സോ ആ കേസിൽ മാത്രം ഈ പറഞ്ഞ 2xk+1ൻ്റെയും 2yk+1ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 0 2 6 എന്നായിരിക്കും. അതായത് ഇനിഷ്യലി വാല്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എക്സ് വാല്യൂ 0 ആവും, y വാല്യൂ എന്ന് പറയുന്നത് y വാല്യൂ ഇവിടെ 6 ആയതുകൊണ്ട്
2r എന്നുമായിരിക്കും വരുന്നത്. അതായത് ഇനിഷ്യലി ഈ 2xk+1 2yk+1 0യും 2rഉം ആയിരിക്കും വരുന്നത്. Okay, then each successive value is obtained by adding 2 to the previous value of 2x and subtracting 2 from the previous value of 2y. ഈ ടേംസ് എല്ലാം നമുക്ക് ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഈ കേസിലും റെസൊണൻസിൽ പറഞ്ഞ പോലെ നമ്മളൊരു ഇനിഷ്യൽ ഡെസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കണം P0 ആൻഡ് ദ വാല്യൂ ഈസ് P0 = 5/4 - 1. ദെൻ നമ്മളിതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇൻറ്റിജറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ P0 = 5/4 എന്ന് പറയുന്നത് 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരുന്നത്. അതിനെ നമ്മൾ സിംപ്ലി റൗണ്ട് ചെയ്ത് P0 = 1 - r എന്ന്, അതായത് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0 = 1 - r എന്ന് കിട്ടും. ആ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ കിട്ടുന്ന ഇക്വേഷനാണ് ഈ പറഞ്ഞേക്കുന്ന ഇക്വേഷൻ. P0 = f circle of 1 × r - 1/2 which is equal to 1 + r - 1/2 the whole square minus r square which is equal to 5/4 - r. അതിനെ നമുക്ക് 1 - r എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് നമ്മൾ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ നേരത്തെ എഴുതിയത് pk എന്ന് പറയുന്നത് f circle of xk + 1 എന്നും yk - 1/2 എന്നും എഴുതിയത്. ഈ ഇനിഷ്യൽ പൊസിഷൻ്റെ കേസിൽ എക്സിൻ്റെ വാല്യൂ, അതായത് ഇവിടാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ. ഇതൊരു സർക്കിൾ ആണെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടാണ്. അവിടെ എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ r ആണ്. സോ 0 + 1 എന്ന് പറയുമ്പോൾ 1, ദെൻ r - 1/2, വൈയുടെ പൊസിഷൻ r - 1/2. അതാണ് ഇവിടെ 1ഉം r എന്ന് എഴുതിയേക്കുന്നത്. മിഡ് പോയിൻറ്റ് സർക്കിൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 5/4 - r എന്നുള്ളത് കിട്ടി. ദെൻ വി കം ടു ദ മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതം. So this is the midpoint circle algorithm.